ഒരു ദശാബ്ദക്കാലം കാനഡയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. ഇത് ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ പ്രതീക്ഷിച്ച സംഭവങ്ങൾ തന്നെയായിരുന്നു. അല്ലെങ്കിൽ ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ഇത് നേരത്തെ തന്നെ ഈ രാജി ഉണ്ടാകും എന്ന് പ്രഡിക്റ്റ് ചെയ്തതുമായിരുന്നു. എന്നാൽ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് ശേഷം ലേബർ പാർട്ടി ആരെയായിരിക്കും പുതിയ പ്രധാനമന്ത്രിയായി കൊണ്ടുവരാൻ നോക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്നാൽ അവിടെയാണ് ആ പ്രധാനമന്ത്രി ആരായിരിക്കും എന്ന സൂചനകൾ പുറത്തു വരുന്നത്. ഇന്ത്യൻ വംശജരാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയാകാനായി, കാനഡയുടെ പ്രധാനമന്ത്രിയാകാനായി മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ജോർജ് ചാഹൽ എന്ന് പറയുന്ന വ്യക്തിയും അനിത ആനന്ദ് എന്ന് പറയുന്ന ലേബർ പാർട്ടിയിലെ തന്നെ നിലവിൽ മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പദം അലങ്കരിക്കാൻ കാനഡയിൽ മുൻപന്തിയിൽ മത്സരാർത്ഥികളിൽ നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അനിത ആനന്ദ്, പിയറി പോളിവ്രെ, ക്രിസ്റ്റിയ ഫ്രീലാൻഡ്, മാർക്ക് കാർണി എന്നിവരാണ് മത്സരത്തിൽ ഉയർന്നു വരുന്ന പേരുകൾ എന്ന് പറയുന്നത്. അനിത അവരുടെ കാര്യക്ഷമമായുള്ള ഭരണവും മികച്ച പൊതുസേവനവും കൊണ്ട് ഒരുപടി മുന്നിലാണ് മത്സരാർത്ഥികളിൽ എല്ലാം നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. നിലവിൽ ഗതാഗത ആഭ്യന്തര വ്യാപാര മന്ത്രിയാണ് അനിത. പോരാത്തതിന് മുൻ പ്രതിരോധ മന്ത്രി കൂടെയാണ് അനിത ആനന്ദ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജ കാനഡയിലെ പ്രധാനമന്ത്രി ആകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്ക് അത് വലിയ ഗുണകരമായി ഭവിക്കും എന്നാണ് നമ്മളും കരുതുന്നത്. കാരണം നമ്മളും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ വലിയ രീതിയിൽ വഷളായിരുന്നു. കാനഡയിൽ നിന്നും ഈ ഒരു ഭരണം താഴെ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ്. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഖാലിസ്ഥാനി ഭീകരവാദികളാണ്. കാരണം ഖാലിസ്ഥാനി ഭീകരവാദികളുടെ കയ്യിലെ ഒരു കളിപ്പാവയായിരുന്നു ട്രൂഡോ എന്ന് പലതവണ ഇന്ത്യ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. തുറന്ന ഭീഷണി ഇന്ത്യ കാനഡയ്ക്ക് കൊടുത്തതാണ്. എല്ലാ സമയവും കാനഡയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരു രാജ്യമായി എന്നുള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാനഡയുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റിയ ഒരു സമീപനമായിരുന്നു ഇന്ത്യ ഇപ്പോൾ നടത്തിയത്. കാരണം ഇത്തവണ കാനഡയെ ഇന്ത്യ മുട്ടുകുത്തിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അവിടെയുള്ള പ്രധാനമന്ത്രിയെ തന്നെ രാജിവെപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തൊട്ടടുത്ത് ട്രംപ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. ജനുവരി 20 കാനഡയെ 51ാമത് അമേരിക്കൻ സംസ്ഥാനമാക്കാൻ വന്നാൽ എന്നുള്ള പരിഹാസ ശരങ്ങളാണ് ട്രംപ് ചൊരിഞ്ഞിരിക്കുന്നത്. അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നിങ്ങൾക്കൊരു മികച്ച സംസ്ഥാനമായി മുന്നോട്ട് പോകാം എന്നും ട്രംപ് പറയുന്നു. എന്തായാലും കാനഡയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പോകുന്നവരുടെ ഡീറ്റെയിൽസ് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്റ്റീന ഫ്രീലാൻഡ് മുൻ കനേഡിയൻ ധനമന്ത്രിയാണ്, ഉപപ്രധാനമന്ത്രിയായിരുന്നു. ട്രംപ് വന്നതിന് ശേഷം, അതായത് ട്രംപ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്ന ശേഷം ട്രൂഡോയുമായി തെറ്റി ട്രൂഡോയുടെ പല നയങ്ങളിലും വിമർശനം ഉന്നയിച്ച ഒരു വ്യക്തിയാണ് ഈ ക്രിസ്റ്റീന ഫ്രീലാൻഡ്. ഇനി ഡൊമിനിക് ലേബ്ലാങ്ക് എന്ന് പറയുന്ന വ്യക്തി ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ലേബർ പാർട്ടിക്കൊപ്പം നിന്ന ചുരുക്കം ചില പേരിൽ ഒരാളായിരുന്നു ഈ ഡൊമിനിക് ലേബ്ലാങ്ക് എന്ന് പറയുന്ന ഒരാൾ. നിലവിൽ ധനകാര്യ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് മന്ത്രാലയത്തിന്റെ ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത്. മാർക്ക് കാർണിക്ക് രാഷ്ട്രീയം അറിയില്ല. അദ്ദേഹം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ബാങ്ക് ഓഫ് കാനഡയിലും ഗവർണറായിരുന്നു. അദ്ദേഹമാണ് തനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞ് ലേബർ പാർട്ടിയെ സമീപിച്ചിരിക്കുന്നത്. ലേബർ പാർട്ടി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ക്രിസ്റ്റി ക്ലാർക്ക് എന്ന് പറയുന്ന വ്യക്തി ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്നു. ഇതിലെല്ലാത്തിലും മുൻതൂക്കം ഉള്ളത് അനിത ആനന്ദ് എന്ന് പറയുന്ന ഇന്ത്യൻ വംശജയ്ക്ക് തന്നെയാണ്. പാർലമെന്റ് 27 മുതൽ 24 മുതൽ 27 വരെ ഈ ജനുവരി നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനും മത്സരാർത്ഥികളെ ഒരുക്കാനുമുള്ള നീക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷവും എല്ലാം തന്നെ നടത്തുന്നത്. ഇനി അനിത ആനന്ദിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മികച്ച അക്കാദമിക പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ് അനിത ആനന്ദ്. 2019 അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിനുശേഷം COVID-19 വളരെ നല്ല മികച്ച പൊതുപ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചത്. അത് കാനഡയിൽ പ്രത്യേകം പ്രശംസ അർഹിക്കുന്ന ഒന്നായിരുന്നു. ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സ്റ്റഡീസിൽ ബിരുദമുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവർക്ക് നിയമബിരുദവുമുണ്ട്. പോരാത്തതിന് ടൊറന്റോയിൽ നിയമ പ്രൊഫസറായി അവർ ജോലി ചെയ്തു വരികയാണ്. അതിനിടയിലാണ് 2019 രാഷ്ട്രീയത്തിലേക്ക് അവർ കടക്കുന്നത്. പോരാത്തതിന് അവരുടെ അച്ഛൻ തമിഴ്നാട് സ്വദേശിയാണ്. അമ്മ സരോജ് ഡി റാം പഞ്ചാബ് സ്വദേശിയാണ്. നോവാസ്കോട്ടിയയിൽ 1967 അനിത ജനിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1985 ജൂൺ 23 എയർ ഇന്ത്യ കനിഷ്ക് ഫ്ലൈറ്റ് 182 ബോംബെറിഞ്ഞ് വിമാനത്തിലുണ്ടായിരുന്ന 322 പേരും കൊല്ലപ്പെട്ടത് ഒരു വിഷയമുണ്ടായിരുന്നു. ആ വിഷയത്തിൽ എയർ ഇന്ത്യ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. ആ അന്വേഷണ കമ്മീഷന്റെ വിപുലമായ സഹായത്തിൽ
അനിത ആനന്ദ് സഹായിച്ചിട്ടുണ്ട്. അതായത് ഖലിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെയുള്ള ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ അനിത ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അനിതയെ ആ സ്ഥാനത്ത് കാണാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അനിത ആനന്ദും ജോർജ് ചാഹലും എല്ലാം ചേർന്ന് ഇന്ത്യൻ വംശജരാണ് നിലവിൽ കാനഡയുടെ പ്രധാനമന്ത്രിയാകാനുള്ള മത്സര രംഗത്ത് നിലവിൽ സജീവമായുള്ളത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.